ഹലോ നമസ്കാരം, ഞാൻ മിനി. വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സൗത്ത് ഇന്ത്യൻ രീതിയിൽ ഒരു മാങ്ങാച്ചാറാണ്. നോർത്ത് ഇന്ത്യൻ രീതിയിലുള്ള മാങ്ങാച്ചാർ നമ്മളിട്ട് എല്ലാവരും ഉണ്ടാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ മാങ്ങയും വർഷങ്ങളോളം ഇരിക്കുന്ന ഒരു മാങ്ങയാണ്. ഇതിനകത്ത് അതിൽ ചേർത്തമാതിരിയുള്ള സാധനങ്ങളല്ല ചേർക്കുന്നത്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഇട്ട സാധനങ്ങൾ ഇതിലിടുന്നില്ല. ഇത് വേറെ രീതിയാണ്. ഇതിനകത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർക്കുന്ന രീതിയാണ്. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് എന്ത് വേണമെന്ന് അറിയാമോ? ഇതുവരെയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് അച്ചാർ ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ 1 കിലോ മാങ്ങ ഇട്ടിട്ടുണ്ട്. 1 കിലോ മാങ്ങ വെച്ചാൽ 8 മാങ്ങയുണ്ട്. ഇത് 1 കിലോയും സ്വല്പം കൂടെ കാണുമായിരിക്കും. അത് നമ്മൾ കട്ട് ചെയ്യണം. ഈ മാങ്ങ നല്ലതുപോലെ നമ്മൾ കഴുകിയതിന് ശേഷം നല്ലതുപോലെ തുടയ്ക്കണം. വെള്ളം ഒന്നും ഒട്ടും ഇരിക്കാൻ പാടില്ല. ഞാൻ 1 പ്രാവശ്യം തുടച്ചതാണിത്. ഒന്നുകൂടെ തുടയ്ക്കുക. നമ്മളെടുക്കുന്ന പാത്രത്തിലോ മാങ്ങയിലോ കയ്യിലോ ഒന്നും വെള്ളം ആവാൻ പാടില്ല. മാങ്ങ കട്ട് ചെയ്ത് വെക്കാം. ഇതിന് ചെറുതായിട്ടല്ല അരിയുന്നത്, സ്വല്പം വലുതായിട്ട് തന്നെയാണ് അരിയുന്നത്. ഇത് നല്ല ടേസ്റ്റാണ് ഈ മാങ്ങ. എല്ലാം അതേപോലെ അരിഞ്ഞെടുക്കാം. മാങ്ങയെല്ലാം നല്ല കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് 2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് കുടഞ്ഞ് വെക്കുന്നത്. ഞാനിതിപ്പോൾ ഇത് സന്ധ്യയ്ക്ക് എടുത്തതുകൊണ്ട് നാളെ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് അടച്ച് വയ്ക്കാൻ കൊണ്ടുപോയി. അപ്പോൾ ഉപ്പെല്ലായിടും ഇങ്ങനെ പെരണ്ടിരിക്കണം. നാളെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ മാങ്ങയിൽ നിന്നുള്ള വെള്ളം എല്ലാം ഞൂറ് താഴെ വരും. അപ്പം നമുക്ക് ബാക്കി നാളെ കാണിക്കാം. നമുക്ക് നമ്മുടെ മാങ്ങ തുറന്ന് നോക്കാം. അതുകൊണ്ട് ഇത്രയും വെള്ളം ഇത് നമുക്കങ്ങ് ഊറ്റിക്കളയാം. എല്ലാ വെള്ളവും മാറ്റിയിട്ടുണ്ട്. ആ വെള്ളം ഇനി നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇത്രയും വെള്ളമുണ്ട്. ഇനി ഇത് കളഞ്ഞേക്കാം. അച്ചാർ ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: 4 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ അവനതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് വേണം ഇടാനായിട്ട്. ഇത് നല്ല കാശ്മീരി ചില്ലി പൗഡറൊക്കെയാണിത്. അപ്പോൾ നല്ല നിറം കാണും. എല്ലാം കൂടി മിക്സ് ചെയ്തുള്ള പൊടിയാണിത്. ഈ മുളക് പൊടിച്ച രീതിയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഐ ബട്ടണിൽ നോക്കിയാൽ മതി. പിന്നെ ആവശ്യമായ വെളുത്തുള്ളി, ഞാൻ 2 കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 2ആയിട്ട് പിളർത്തിയിടുക. ചൂട് വലിയ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ 4ആയിട്ട് കീറിയിടുക. തീരെ പൊടിയാക്കരുത്. 1/2 ടീസ്പൂൺ ഉലുവ. അത് പൊടി വേണമെങ്കിൽ ഇടാം, അല്ലാതെ ഇങ്ങനെ മുഴുവനെ വേണമെന്നുണ്ടെങ്കിൽ ഇടാം. ആവശ്യത്തിന് കായപ്പൊടി, 150 ഗ്രാം എണ്ണ, ആവശ്യത്തിന് ഇഞ്ചി. ഇത് കടുക് പൊടിച്ചതാണിത്. കടുക് ഇതിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. കടുകിൻ്റെ പരിപ്പ്. ഇത് 2ആയിട്ട് പിളർന്ന പരിപ്പാണിത്. അതുകൊണ്ട് പിന്നെ പൊടിക്കേണ്ട കാര്യമില്ല. ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കടുക് ചതച്ചിട്ടാലും മതി. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വാങ്ങിയാൽ മതി. പിന്നെ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. ചീനച്ചട്ടി അടുപ്പ് വെച്ചു. ചട്ടി നല്ലതുപോലെ ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണ ചേർക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ കടുകെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചേർക്കാതിരിക്കുക. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക. അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവയും കൂടി ഇടുക. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇഞ്ചി അതിലേക്ക് ഇടുക. ഇതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ എരിവും വേണം, നിറവും വേണം, എണ്ണയും വേണം. എങ്കിൽ മാത്രമേ അച്ചാറൊക്കെ ഒരുപാട് നാൾ ഇരിക്കുകയുള്ളൂ, ടേസ്റ്റും കാണുകയുള്ളൂ. ഇത് വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഒരുപാട് കിടന്നൊന്നും മൂക്കേണ്ട കാര്യമില്ല. എന്നാൽ മൂക്കുകയും വേണം. അതിലോട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ഇടാം. അതിലോട്ട് ഈ കടുക് പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. കായപ്പൊടിയും കൂടെ ചേർക്കണം. അതിലോട്ട് സ്വല്പം വിനാഗിരിയും കൂടെ ചേർക്കാം. അതിൻ്റെ പതയൊക്കെ നടങ്ങുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്യാം. ഇത് സ്വല്പം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വെച്ച മാങ്ങയാണ്. എന്നാലും ഒരു സ്വല്പം ഉപ്പും കൂടെ ഇത് ചേർക്കുക. അച്ചാറിന് എപ്പോഴും ഇച്ചിരി ഉപ്പൊക്കെ വേണം. 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അച്ചാറിടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്ര വേണമെന്നുള്ളത്. ഇനി തീ ഓഫ് ചെയ്തിട്ടേക്കാം. തണുത്തതിന് ശേഷം മാങ്ങ ഇതിലിട്ട് മിക്സ് ചെയ്യുക. തീ ഓഫ് ചെയ്തു. ഇതിന് തണുത്തതിന് ശേഷം വേണം മാങ്ങ ഇതിനകത്തോട്ട് ഇടാനായിട്ട്. മാങ്ങ ഇട്ട് വേവിക്കേണ്ട കാര്യമില്ല. മാങ്ങ അച്ചാറിൻ്റെ മസാല നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി മാങ്ങ നമുക്ക് അതിലോട്ട് തട്ടിയിടാം. നോർത്ത് ഇന്ത്യൻ മാങ്ങ നമ്മൾ വെച്ചില്ലേ, വെയിലത്തൊക്കെ വെച്ച് വെള്ളമൊക്കെ ഉണക്കിയിട്ടാണല്ലോ ഇട്ടത്. അതുപോലെ ഇത് വെക്കേണ്ട കാര്യമില്ല. ഈ മസാല എല്ലായിടും പിടിക്കണം. എണ്ണയൊക്കെ എല്ലായിടും പിടിക്കണം. ഈ മാങ്ങ കേടാകാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ എണ്ണ മേളിൽ നിൽക്കണം. എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ അവസാനം സ്വല്പം കൂടെ അനത്തി അതിന് മുകളിൽ ഒഴിക്കണം.
സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഉപ്പില്ലെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം കൂടെ ചേർക്കാം. ഒരു സ്വല്പം കൂടെ ഉപ്പ് ഇടണം, കാരണം ഇനി മാങ്ങയുടെ പുളിയൊക്കെ ഇറങ്ങും. ഒരു 1/2 ടീസ്പൂൺ കൂടി ഇട്ടിട്ടുണ്ട്. നമ്മുടെ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഭരണിയിലോട്ട് മാറ്റാം. ഭരണി തലേ ദിവസം തന്നെ കഴുകി നല്ലതുപോലെ ഉണക്കി വെച്ചിരിക്കണം. യാതൊരു കാരണവശാലും വെള്ളനനവ് ഒന്നും ഉണ്ടായിരിക്കരുത്. നമ്മളെടുക്കുന്ന തവിയിലോ പാത്രത്തിലോ ഒന്നും നനവ് പാടില്ല. എങ്കിൽ മാത്രമേ ഈ അച്ചാർ കുറേ കാലം ഇരിക്കുകയുള്ളൂ. ഇത് ഭരണിയിലോട്ടാക്കാം. അപ്പോൾ അച്ചാർ ഭരണിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇട്ട അച്ചാറാണിത്. ഇത് 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇട്ട മാങ്ങ അച്ചാറാണിത്. സൗത്ത് ഇന്ത്യൻ മാങ്ങ അച്ചാറാണിത്. നോർത്ത് ഇന്ത്യൻ മാങ്ങ അച്ചാർ ഇത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ മാങ്ങ അച്ചാർ ഇട്ടത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതൊരു കാര്യം കൂടെ ഇതിനിടയ്ക്ക് വന്നോട്ടെ. ഇത് ഇങ്ങനത്തുള്ള ഭരണിയിൽ ഇട്ട് വെക്കുന്നുണ്ടെങ്കിൽ ഒരു തുണി വെച്ചുകൂടെ കെട്ടി വെക്കണം. കാരണം ഇങ്ങനെ തുറക്കുന്നതാണ് ഈ ഭരണി. അപ്പോൾ ഒരു തുണി വെച്ച് ഇത് കെട്ടി വെക്കണം. ഇത് നല്ലതുപോലെ മുറുകിയിരിക്കുന്നതാണ്. ഇതിൻ്റെ എണ്ണയൊക്കെ നല്ല ഇങ്ങനെ മുകളിലോട്ടിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് കുറേ നാൾ ഇരിക്കുകയുള്ളൂ. നല്ല ടേസ്റ്റായിട്ടുള്ള അച്ചാറാണ്. തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. ഇഷ്ടംപോലെ മാങ്ങയുള്ള അവസരമൊക്കെയാണ്. അടുത്ത പ്രാവശ്യം ഇത്ര മാങ്ങ കാണാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രാവശ്യം എങ്ങനെയൊക്കെ മാങ്ങ ഉപയോഗപ്പെടുത്താമോ ആ രീതിയിലൊക്കെ പ്രയോജനപ്പെടുത്തണം. അപ്പം നിങ്ങൾക്ക് ഈ മാങ്ങ അച്ചാർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ സമയാസമയങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.